നമസ്കാരം. +2 കെമിസ്ട്രിയിലെ രണ്ടാമത്തെ പാഠമായ സൊല്യൂഷൻസിന്റെ സൊല്യൂബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ടോപ്പിക്സ് കാണാത്തവർക്കായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ക്ലാസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. എന്താണ് സൊല്യൂബിലിറ്റി എന്ന് നോക്കാം. Solubility of a substance is its maximum amount that can be dissolved in a specified amount of solvent. അതായത് ഒരു സ്പെസിഫിക് എമൗണ്ട് സോൾവെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ സോൾവെന്റ് അത് ഡിസോൾവ് ചെയ്യാകുന്ന മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെ അല്ലെങ്കിൽ മാക്സിമം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. നമ്മളിവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ഷുഗർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷുഗർ ആഡ് ചെയ്തു, നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു, അതും കഴിഞ്ഞ് ഷുഗർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 3 ടേബിൾ സ്പൂൺ കഴിഞ്ഞ് ആഡ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടത് ആ ഷുഗർ ഇതിനകത്ത് ഡിസോൾവ് ചെയ്യുന്നില്ല, താഴെ ഇങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ്. അതായത് അതിന്റെ അർത്ഥം എന്താ, മാക്സിമം ഈ ഒരു പർട്ടിക്കുലർ സോൾവെന്റ്, ഈ ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ ഈ 3 ടേബിൾ സ്പൂൺ ഷുഗർ മാത്രമേ ഡിസോൾവ് ചെയ്യുന്നുള്ളൂ അല്ലെ. പിന്നീട് ആഡ് ചെയ്യുന്ന ഷുഗർ അവിടെ എന്ത് എടുക്കുകയാണ്, താഴെ ഡിസോൾവ് ചെയ്യാതെ കിടക്കുകയാണ്. അപ്പൊ അതിൽ മാക്സിമം ഡിസോൾവ് ചെയ്യാവുന്ന ഈ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വാട്ടറിൽ മാക്സിമം ഡിസോൾവ് ചെയ്യാവുന്ന എമൗണ്ട് എത്രയാണ്, 3 ടേബിൾ സ്പൂൺ ഷുഗർ ആണ്. എങ്കിൽ ഷുഗറിന്റെ സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ സോൾവെന്റ് അകത്തുള്ള ഷുഗറിന്റെ സൊല്യൂബിലിറ്റി എത്രയാണ്, 3 ടേബിൾ സ്പൂൺ ആണ്. ഓക്കെ, അത് ഈ ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിലാണ്. നമുക്ക് ഫുൾ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, 3 ടേബിൾ സ്പൂണേക്കാൾ കൂടുതലായിട്ട് ഡിസോൾവ് ചെയ്യും അല്ലെ. അതാണ് ഇവിടെ പറഞ്ഞത്, ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂട്ടിന്റെ അളവിനെ, സബ്സ്റ്റൻസിന്റെ അളവിനെയാണ് എന്തറിയപ്പെടുന്നത്, സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത്. ആ സൊല്യൂബിലിറ്റിയെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്, ടെമ്പറേച്ചർ, പ്രഷർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കിനി സൊല്യൂബിലിറ്റി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പായി ഒരു കാര്യം, ഓരോ ടൈപ്പ് സൊല്യൂഷനിലും ഈ ഫാക്ടേഴ്സ് പലതരത്തിലാണ് അത് എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ടൈപ്പ് സൊല്യൂഷനും സെപ്പറേറ്റ് ആയിട്ട് നോക്കണം. ആദ്യം നമ്മൾ നോക്കുന്നത് സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷനെ കുറിച്ചാണ്. അതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും സൊല്യൂട്ട് ഉണ്ടായിരിക്കുക, അതുപോലെ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും സോൾവെന്റ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള ഷുഗർ ആണ് അവിടുത്തെ സൊല്യൂട്ട്, അതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ ആണ് അവിടുത്തെ സോൾവെന്റ്. ഓക്കെ, ഇത്തരത്തിലുള്ള സൊല്യൂഷൻസിന്റെ സൊല്യൂബിലിറ്റി എഫക്ട് ചെയ്യുന്ന ആദ്യത്തെ ഫാക്ടർ ആണ് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. അതായത് പോളാർ സൊല്യൂട്ട് ഡിസോൾവിംഗ് പോളാർ സോൾവെന്റ്സ് ആൻഡ് നോൺ പോളാർ സൊല്യൂട്ട്സ് ഡിസോൾവിംഗ് നോൺ പോളാർ സോൾവെന്റ്സ്. അതായത് സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും നാച്ചർ ഒരുപോലെ ആയിരിക്കണം. പോളാർ സൊല്യൂട്ട്സ് പോളാർ സോൾവെന്റ്സിൽ മാത്രമേ ഡിസോൾവ് ചെയ്യുള്ളൂ, അതുപോലെ നോൺ പോളാർ സൊല്യൂട്ട്സ് നോൺ പോളാർ സോൾവെന്റ്സിൽ മാത്രമേ ഡിസോൾവ് ചെയ്യുള്ളൂ. അവരെ ആ സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും ഇടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സസ് സെയിം ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം ചുരുക്കി ഇങ്ങനെ പറയാം, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. അതായത് പോളാർ സൊല്യൂട്ട്സ് പോളാർ സോൾവെന്റ്സിൽ മാത്രം ഡിസോൾവ് ചെയ്യും, നോൺ പോളാർ സൊല്യൂട്ട്സ് നോൺ പോളാർ സോൾവെന്റിൽ മാത്രം ഡിസോൾവ് ചെയ്യും അല്ലെ. ഒരുപോലെയാണ് അവിടെ സൊല്യൂട്ടിന്റെയും സോൾവെന്റിനും വരുന്നത് എന്നുള്ളത്, അവരുടെ നാച്ചുറൽ വരുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോഡിയം ക്ലോറൈഡ് ആൻഡ് ഷുഗർ രണ്ടുപേരും പോളാർ നാച്ചുറലുള്ള സൊല്യൂട്ടുകളാണ്. അത് പോളാർ നാച്ചുറൽ സോൾവെന്റ് ആയിട്ടുള്ള വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. അതേസമയം ഇവര് നോൺ പോളാർ സോൾവെന്റ്സിലൊന്നും ഡിസോൾവ് ചെയ്യില്ല. ഇനി നാഫ്തലീനും ആന്ത്രസീനും നോൺ പോളാർ നാച്ചുറലുള്ള സൊല്യൂട്ടുകളാണ്. അത് നോൺ പോളാർ നാച്ചുറലുള്ള ബെൻസീനിൽ ഡിസോൾവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പോളാർ സൊല്യൂട്ട് പോളാർ സോൾവെന്റ്സിലും നോൺ പോളാർ സൊല്യൂട്ട്സ് നോൺ പോളാർ സോൾവെന്റ്സിലുമാണ് ഡിസോൾവ് ചെയ്യുന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അടുത്ത ഫാക്ടേഴ്സ് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ഡിസൊല്യൂഷൻ പ്രോസസ് എന്നും എന്താണ് ക്രിസ്റ്റലൈസേഷൻ പ്രോസസ് എന്നും നമുക്ക് നോക്കാം. സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സോൾവെന്റ് ഡിസോൾവ് ചെയ്ത് സൊല്യൂഷനായി മാറുന്ന പ്രോസസ്സിനെയാണ് ഡിസൊല്യൂഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിവിടെ സോൾവെന്റ് എടുത്തിട്ടുണ്ട്, ആ സോൾവെന്റിലേക്ക് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു, അതിനകത്ത് ഡിസോൾവ് ചെയ്യും അല്ലെ. ഡിസോൾവ് ചെയ്ത് അത് സൊല്യൂഷനായി മാറും. ആ പ്രോസസ്സാണ് ഡിസൊല്യൂഷൻ പ്രോസസ്സ്. അങ്ങനെ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കെ തന്നെ ഈ ഒരു സൊല്യൂഷന്റെ അകത്ത് കുറെ സൊല്യൂട്ട് ഇപ്പൊ ആയി കഴിഞ്ഞു അല്ലെ. ആ സൊല്യൂഷന്റെ അകത്തുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, ശ്രദ്ധിക്കണം, സൊല്യൂഷന്റെ അകത്തുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് നമ്മൾ ആഡ് ചെയ്യുന്ന സോളിഡ് ആയിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസുമായിട്ട് കൊളൈഡ് ചെയ്യും. ആ കൊളീഷന്റെ ഫലമായി സൊല്യൂഷന്റെ അകത്തുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ആവും. ഓക്കെ, സൊല്യൂഷന്റെ അകത്തുനിന്നും സൊല്യൂട്ട് പാർട്ടിക്കിൾസ് പുറത്തു വരും. അതായത് അവർ സൊല്യൂട്ടും സോൾവെന്റുമായിട്ട് സെപ്പറേറ്റ്. അപ്പോ അവിടെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സോൾവെന്റ് ഡിസോൾവ് ചെയ്ത് സൊല്യൂഷനായി മാറുന്ന അതേ സമയത്ത് കുറെ സൊല്യൂട്ട് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, സൊല്യൂഷന്റെ അകത്തുനിന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ അവിടെ ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കുന്നത് ഡിസൊല്യൂഷനും ബാക്ക്വേർഡ് ഡയറക്ഷൻ നടക്കുന്നത് എന്താണ്, ക്രിസ്റ്റലൈസേഷനുമാണ്. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തും. ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ സൊല്യൂട്ടിന്റെ എമൗണ്ട്, ആ സൊല്യൂഷന്റെ അകത്തുള്ള
സൊല്യൂട്ടിന്റെ എമൗണ്ട് ഫിക്സ്ഡ് ആയിരിക്കും. നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന സൊല്യൂട്ട് അതിനകത്ത് ഡിസോൾവ് ആകുന്നു. അതേസമയം എത്ര എമൗണ്ട് സൊല്യൂട്ട് ആണോ ഡിസോൾവ് ചെയ്ത് അത്ര തന്നെ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് എന്ത് ചെയ്യും, ക്രിസ്റ്റലൈസേഷൻ വഴി പുറത്തു വരും. അതായത് ആ ഒരു പർട്ടിക്കുലർ സമയത്ത് ആ ഒരു സോൾവെന്റ് അകത്തുള്ള സൊല്യൂട്ടിന്റെ എമൗണ്ട് എന്തായിരിക്കും, ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. അതാണ് സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇനി ആ ഒരു സമയത്ത്, ആ ഒരു പർട്ടിക്കുലർ കേസിൽ ഇക്വിലിബ്രിയം സമയത്ത് ഇതിന്റെ ആ ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യാവുന്ന സൊല്യൂട്ട് മാക്സിമം ആയി കഴിഞ്ഞു. അതിനെയാണ് നമ്മൾ പറയാം, ആ ഒരു കണ്ടീഷനെ, ആ സമയത്ത് ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന്. ഓക്കെ, എ സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, നമുക്ക് ഇനി അതിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പർട്ടിക്കുലർ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യാവുന്ന മാക്സിമം സൊല്യൂട്ട് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി അഡീഷണൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ അഡീഷണൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അഡീഷണൽ ആഡ് ചെയ്യുന്ന സൊല്യൂട്ട് എന്നത് ഡിസോൾവ് ആകും. ഒപ്പം എന്ത് ചെയ്യും, അത്ര തന്നെ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് എന്ത് ചെയ്യും, ക്രിസ്റ്റലൈസേഷൻ വഴി പുറത്തു വരികയും ചെയ്യും. ഓക്കെ, അതിനകത്തൊരു പർട്ടിക്കുലർ എമൗണ്ട് മാത്രമേ അവിടെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതിനെയാണ് സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത്. ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇനി നമുക്ക് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ പറഞ്ഞാൽ എന്തായിരിക്കും, അപ്പോൾ നമുക്ക് അതിലേക്ക് വീണ്ടും സൊല്യൂട്ട് ആഡ് ചെയ്യാം. അതായത് അത് സാച്ചുറേറ്റഡ് ആയിട്ടില്ല എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷന്റെ സൊല്യൂബിലിറ്റി എഫക്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. സൊല്യൂട്ട് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ് റിവേഴ്സിബിൾ പ്രോസസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഫോർവേഡ് ഡയറക്ഷൻ നടക്കുന്ന ഡിസൊല്യൂഷനും ബാക്ക്വേർഡ് ഡയറക്ഷൻ നടക്കുന്ന ക്രിസ്റ്റലൈസേഷനും. ഓക്കെ, ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ടെമ്പറേച്ചർ ഇഫക്റ്റ് പറയാൻ നമുക്ക് ലാഷറ്റ്ലെ പ്രിൻസിപ്പിളിന്റെ ഹെൽപ്പ് വേണം. ഓക്കെ, ഇതിൽ ഫോർവേഡ് ഡയറക്ഷനിലുള്ള ഡിസൊല്യൂഷൻ പ്രോസസ്സിന്റെ കേസ് നമുക്ക് നോക്കാം. ഈ ഡിസൊല്യൂഷൻ പ്രോസസ്സ് എൻഡോതെർമിക് ആണ് എന്നുണ്ടെങ്കിൽ ദ സൊല്യൂബിലിറ്റി ഷുഡ് ഇൻക്രീസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ആര് കൂടുന്നു, സൊല്യൂബിലിറ്റി കൂടുന്നു അല്ലെ. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്, സൊല്യൂട്ടും സോൾവെന്റും ഡിസോൾവ് ചെയ്ത് സൊല്യൂഷൻ ആവുന്ന സമയത്ത് അത് ഹീറ്റ് അബ്സോർബ് ചെയ്യും അല്ലെ. അതുകൊണ്ട് അവരുടെ എൻതാൽപി ചേഞ്ച് ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ അകത്ത് ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണ് എന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴാണ് അവിടെ ഫോർവേഡ് ഡയറക്ഷനിലെ റേറ്റ് കൂടുന്നത് അല്ലെ. ഫോർവേഡ് ഡയറക്ഷന്റെ റേറ്റ് കൂടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാഷറ്റ്ലെ പ്രിൻസിപ്പിളിന്റെ അകത്ത്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും, ഫോർവേഡ് ഡയറക്ഷന്റെ സ്പീഡ് കൂടും. ഫോർവേഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസൊല്യൂഷൻ പ്രോസസ് ആണ്. അതായത് കൂടുതൽ സൊല്യൂട്ട് സോൾവെന്റ് ഡിസോൾവ് ആകും അല്ലെ. അപ്പോൾ കൂടുതൽ സൊല്യൂട്ട് ഡിസോൾവ് ആയി കഴിഞ്ഞാൽ സൊല്യൂബിലിറ്റിയും കൂടും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കൂടുന്നു. ഡിസൊല്യൂഷൻ പ്രോസസ്സ് എൻഡോതെർമിക് ആണെങ്കിൽ. ഇനി നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അതായത് ഡിസൊല്യൂഷൻ പ്രോസസ്സ് എക്സോതെർമിക് ആണെന്ന് വിചാരിക്കാം. എക്സോതെർമിക് ആണെന്ന മീനിങ് എന്താണ്, സൊല്യൂട്ട് സോൾവെന്റ് ഡിസോൾവ് ചെയ്യുമ്പോൾ ഹീറ്റ് അവിടെ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു അല്ലെ. അത്തരം കേസുകളിൽ എൻതാൽപി ചേഞ്ച് ലെസ് ദാൻ 0 ആയിരിക്കും, ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കുന്ന റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുക, ഫോർവേഡ് ഡയറക്ഷന്റെ സ്പീഡ് കൂടുന്നത്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, സൊല്യൂബിലിറ്റി കൂടുന്നത് അല്ലെ. തിരിച്ചു നമുക്ക് പറയാം, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സൊല്യൂബിലിറ്റി കുറയുന്നു എന്ന് പറയാം. അടുത്ത ഫാക്ടറാണ് പ്രഷർ. പ്രഷർ ഡസ് നോട്ട് ഹാവ് എനി സിഗ്നിഫിക്കന്റ് ഇഫക്റ്റ് ഓൺ സൊല്യൂബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. അപ്പൊ സോളിഡ്സ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷന്റെ അകത്ത് പ്രഷറിന് ഒരു ഇഫക്റ്റും ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം, നമുക്കറിയാം സോളിഡ്സും അതുപോലെ തന്നെ ലിക്വിഡ്സും നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, അവർ കംപ്രസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അങ്ങനെ ഇപ്പൊ ഗ്യാസിന്റെ കേസ് നമുക്ക് നോക്കാം. ഈ ഗ്യാസിന്റെ അകത്ത് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് എന്താ ഉണ്ടാവുക, ഗ്യാസിന്റെ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾസ് എല്ലാം കുറച്ചും കൂടെ അടുത്ത് വരും. ഇവിടെ ഇടയിൽ സ്പേസ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ അടുത്ത് വരും. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ചും കൂടെ സ്പേസ് കിട്ടും. അപ്പൊ ആ സ്പേസിലേക്ക് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, സൊല്യൂട്ട് ആഡ് ചെയ്യാലോ. ഓക്കെ, ഇവിടെ അങ്ങനെ പറ്റൂല. ഇവിടെ ഓൾറെഡി ഇവർ എന്താണ് അടുത്തടുത്താണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എത്ര പ്രഷർ അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, ഇവിടെ അഡീഷണൽ സ്പേസ് ഒന്നും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല. അവര് ഹൈലി ഇൻകംപ്രസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ സോളിഡ്സ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻ്റെ അകത്ത് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂബിലിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യില്ല. അടുത്തത് ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷന്റെ സൊല്യൂബിലിറ്റി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഫാക്ടറാണ് നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് സോൾവെന്റ്. തൊട്ടു മുമ്പത്തെ ടൈപ്പിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ്. അവിടെ സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് ആയിരുന്നു. അതിൻ്റെ അകത്ത് പറഞ്ഞതുപോലെ തന്നെ പോളാർ സോൾവെന്റ്സ് ഡിസോൾവിംഗ് പോളാർ സോൾവെന്റ്സ്, നോൺ പോളാർ സോൾവെന്റ്സ് ഡിസോൾവിംഗ് നോൺ പോളാർ സോൾവെന്റ്സ്. അതുപോലെ തന്നെ ഇവിടെയും പോളാർ ആയിട്ടുള്ള ഗ്യാസുകൾ, പോളാർ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ക്ലോറൈഡ്, അതുപോലെ ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ തുടങ്ങിയിട്ടുള്ള ഗ്യാസസ് വാട്ടറിൽ നല്ലപോലെ സൊല്യൂബിൾ ആവുകയും, എന്നാൽ
പെർമനന്റ് ഗ്യാസസ് ആയിട്ടുള്ള ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ പോലെയുള്ള ഗ്യാസസ് വാട്ടറിൽ വളരെ പതുക്കെ വളരെ കുറച്ച് മാത്രം ഡിസോൾവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്യാസിന്റെയും അതുപോലെ സോൾവെന്റിന്റെയും സ്വഭാവം ഈ സൊലിബിലിറ്റി നല്ലപോലെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അടുത്ത ഫാക്ടറാണ് ടെമ്പറേച്ചർ. ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാവുന്നതിന്റെ ഒപ്പം തന്നെ അവിടെ ഹീറ്റ് ഇവോൾവ് ചെയ്യും. അതായത് ആ ഒരു പ്രോസസ്സ് എക്സോതെർമിക് പ്രോസസ്സാണ്. എല്ലാ എക്സോതെർമിക് പ്രോസസ്സിലും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡ് കൂടും. ഓക്കെ, ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കൂടും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും കൂടും. ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്ത് സൊല്യൂഷനായി മാറുന്നു അല്ലെ. അപ്പൊ ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡ് കൂടുന്നു എന്ന് പറയുകയാണെങ്കിൽ കൂടുതൽ ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കൂടുന്നത്. അതായത് അപ്പോഴാണ് കൂടുതൽ ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സൊല്യൂബിലിറ്റി അപ്പോഴാണ് കൂടുക. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ സൊല്യൂബിലിറ്റി കൂടുന്നു ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പിനകത്ത്. തിരിച്ചു പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡല്ലേ കൂടുന്നത്, അതായത് സൊല്യൂബിലിറ്റി കുറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. മൂന്നാമത്തെ ഫാക്ടറാണ് പ്രഷർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫാക്ടറും പ്രഷർ തന്നെയാണ്. പ്രഷറിന്റെ ഇഫക്റ്റിനെ കുറിച്ച് പഠനം നടത്തിയത് ഹെൻറി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ ഹെൻറീസ് ലോ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഹെൻറീസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. The solubility of a gas in a liquid is directly proportional to pressure of the gas. ഓക്കെ, അതായത് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്യാസിന്റെ പ്രഷറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഇത്രേ പറയുന്നുള്ളൂ. സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഈസ് പ്രപ്പോർഷണൽ ടു പ്രഷർ. പ്രഷർ കൂട്ടുന്തോറും കൂടുതൽ ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യും. നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ലയിപ്പിച്ചിട്ടാണ് നമ്മൾ സോഡ ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ പ്രഷർ കൂട്ടും തോറും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ആവുകയും അത് നല്ലൊരു നമുക്ക് സോഡ കിട്ടുകയും ചെയ്യും അല്ലെ. അതായത് അവിടെ പ്രഷർ കൂട്ടുന്തോറും എന്ത് സംഭവിച്ചു, കൂടുതൽ ഗ്യാസ് ആ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തു. അപ്പൊ അത് തന്നെയാണ് ഹെൻറി പറഞ്ഞതും, സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ. ഓക്കെ, അപ്പൊ ഈ ഹെൻറിയുടെ അതേ സമയത്ത് തന്നെ ഇതിനെ കുറിച്ച് പരീക്ഷണം നടത്തിയ മറ്റൊരു സയന്റിസ്റ്റ് കൂടി ഉണ്ട്, ഡാൾട്ടൺ. അപ്പൊ ഡാൾട്ടൺ അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ മറ്റൊരു രീതിയിലാണ് പറഞ്ഞത്, മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഓവർ ദി സൊല്യൂഷൻ. അതായത് ഒരു സൊല്യൂഷന്റെ അകത്തുള്ള ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷൻ അതിന്റെ പ്രഷറിന് പ്രപ്പോർഷണൽ ആണ്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സൊല്യൂട്ടിന്റെ അളവാണ്. അപ്പൊ സൊല്യൂബിലിറ്റി കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും എന്ത് ചെയ്യും, ആ സൊല്യൂഷന്റെ അകത്തുള്ള ഗ്യാസിന്റെ എമൗണ്ട് കൂടും അല്ലെ. അപ്പോൾ തീർച്ചയായിട്ടും മോൾ ഫ്രാക്ഷനും കൂടുമല്ലോ അല്ലെ. അതായത് എന്തുകൊണ്ടാണ്, ആ സൊല്യൂഷന്റെ അകത്തുള്ള സൊല്യൂട്ടിന്റെ അളവ് കൂടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ആ ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷനും അവിടെ കൂടും. അപ്പൊ സൊല്യൂബിലിറ്റി എന്നത് തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന മറ്റൊരു ടൈമാണ് ആര്, മോൾ ഫ്രാക്ഷൻ. സൊല്യൂബിലിറ്റിക്ക് പകരം നമ്മൾ പറയുന്നതാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഏകദേശം ഒരു കാര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് ഹെൻറീസിൽ നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം, the partial pressure of a gas in a vapor phase is proportional to mole fraction of the gas in the solution. ഓക്കെ, അതായത് പാർഷ്യൽ പ്രഷർ ആർക്ക് പ്രപ്പോർഷണൽ ആണ്, മോൾ ഫ്രാക്ഷന് പ്രപ്പോർഷണൽ ആണ് എന്ന് പറയാം. ഓക്കെ, അതിന് ബേസ് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി, P is equal to KH into chi. അവിടെ KH എന്ന് പറഞ്ഞാൽ ഹെൻറീസ് ലോ കോൺസ്റ്റന്റും chi എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷനുമാണ്. അടുത്തത് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് KHന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിനു മുമ്പ് ഒരു കാര്യം, ഹെൻറീസ് ലോന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് P is equal to KH into chi. ഇവിടെ P എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ആണ്, അതുപോലെ KH ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്, chi മോൾ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പാർഷ്യൽ പ്രഷറും അതുപോലെ മോൾ ഫ്രാക്ഷൻ നമ്മളൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ലൈൻ, അതൊരു സ്ട്രേറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. അതിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെൻറീസ് ലോ കോൺസ്റ്റന്റിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം സ്ലോപ്പിന്റെ ഇക്വേഷൻ y ആക്സിലുള്ള ക്വാണ്ടിറ്റി ബൈ x ആക്സിലുള്ള ക്വാണ്ടിറ്റി ആണ് അല്ലെ. y ആക്സിൽ എടുക്കുന്ന ആരാ, പാർഷ്യൽ പ്രഷർ ആണ്, x ആക്സിൽ ആരാ എടുക്കുന്ന മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ അത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, P ബൈ chi. നമുക്ക് ചെയ്ത് എന്താ കിട്ടുക, KH ആണ് കിട്ടുന്നത് അല്ലെ. അതായത് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ പാർഷ്യൽ പ്രഷർ വേഴ്സസ് മോൾ ഫ്രാക്ഷന്റെ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് കിട്ടുമെന്നുള്ളത് കൂടെ അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരാം.
ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫറെന്റ് ഗ്യാസസ് ഹാവ് ഡിഫറെന്റ് KH വാല്യൂ അറ്റ് സെയിം ടെമ്പറേച്ചർ. അതായത് ഒരു ടെമ്പറേച്ചറിൽ തന്നെ പല ഗ്യാസിനും പല KH വാല്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ 300 കെൽവിനകത്ത് ഓക്സിജന്റെയും നൈട്രജന്റെയും ഹൈഡ്രജന്റെയും KH വാല്യൂ നോക്കുകയാണെങ്കിൽ അത് മൂന്നിന്റെയും KH വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ KH വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്യാസിനെ അനുസരിച്ച് മാറും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, KH ഈസ് എ ഫംഗ്ഷൻ ഓഫ് നേച്ചർ ഓഫ് ഗ്യാസ്, അല്ലെ? കാരണം ഏത് ഗ്യാസ് ആണോ അതിനനുസരിച്ച് KH വാല്യൂയിൽ മാറ്റം ഉണ്ടായിരിക്കും. അടുത്ത പോയിന്റ് നോക്കാം. ഹയർ ദി വാല്യൂ ഓഫ് KH അറ്റ് എ ഗിവൺ പ്രഷർ, ലോവർ ഇസ് ദി സൊല്യൂബിലിറ്റി ഓഫ് ദി ഗ്യാസ് ഇൻ ദി ലിക്വിഡ്. അത് ഇത്രേ പറയുന്നുള്ളൂ. KH വാല്യൂ കൂടുന്തോറും അവിടെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസിന്റെ എമൗണ്ട് കുറയും, അതായത് സൊല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതായത് KH വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ സൊല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അടുത്ത പോയിന്റ്, KH വാല്യൂ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതോറും ആര് കൂടുന്നു? KH വാല്യൂ കൂടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം പറയാമല്ലോ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ KH വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെ? KH വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? സൊല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ സമ്മറൈസ് ചെയ്ത് പറഞ്ഞുകൂടെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു, അല്ലെ? അപ്പൊ സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കുറയുന്നു. അതിന് കാരണം എന്താ? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? KH വാല്യൂ കൂടുന്നു. KH വാല്യൂ കൂടുമ്പോൾ ആര് കുറയുന്നു? സൊല്യൂബിലിറ്റി കുറയുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, അതായത് സെയിം ടെമ്പറേച്ചറിൽ ഡിഫറെന്റ് ഗ്യാസുകൾക്ക് ഡിഫറെന്റ് KH വാല്യൂ ആണ്. അതുപോലെ തന്നെ ഒരു ഗ്യാസിന് ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ ഡിഫറെന്റ് KH വാല്യൂ ആണ്, അല്ലെ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതോറും KH വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഒരു ഗ്യാസ് എടുത്താൽ തന്നെ അതിന് പല ടെമ്പറേച്ചറിലും പല KH വാല്യൂ ആയിരിക്കും. ഓക്കെ, അതുപോലെ സെയിം ടെമ്പറേച്ചറിൽ പല ഗ്യാസിനും പല KH വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് വെച്ചിട്ട് ഒരു കാര്യം നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അതായത് അക്വാറ്റിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ റാദർ ഇൻ വാം വാട്ടർ. അതായത് ഈ അക്വാറ്റിക് സ്പീഷീസിന് എപ്പോഴും തണുത്ത വെള്ളത്തിൽ ജീവിക്കുന്നതായിരിക്കും ഒരു കംഫർട്ടബിൾ. എന്തുകൊണ്ടായിരിക്കും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതോറും സൊല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? അപ്പോ സൊല്യൂബിലിറ്റി ഡിക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജന്റെ അളവ് കുറയും. അപ്പൊ അക്വാറ്റിക് സ്പീഷീസിന് ജീവിക്കാനായിട്ട് ഓക്സിജൻ വേണം. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത് സംഭവിക്കും, ആ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജന്റെ അളവ് കുറയും. അപ്പൊ അവർക്ക് ആ ജീവിതം ഒന്നും അത്രയ്ക്ക് എളുപ്പമായിരിക്കില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവർക്ക് വാം വാട്ടറിനേക്കാൾ കൂടുതൽ കംഫർട്ടബിൾ എവിടെയായിരിക്കും? കോൾഡ് വാട്ടറിലായിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കും. അടുത്തത് അപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. ഒന്നാമത്തെ അപ്ലിക്കേഷൻ ആണ്, ടു ഇൻക്രീസ് ദ സൊല്യൂബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് സോഡ വാട്ടർ, ദ ബോട്ടിൽ ഈസ് സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. നമ്മൾ കണ്ടിട്ടുണ്ട് സോഫ്റ്റ് ഡ്രിങ്ക്സും അതുപോലെ തന്നെ സോഡയൊക്കെ തന്നെ ഹൈ പ്രഷറിലായിരിക്കും അടച്ചു വെച്ചിട്ടുണ്ടായിരിക്കുക. എന്തിനാണ് അങ്ങനെ അടച്ചു വെക്കാൻ കാരണം? ഹെൻറീസ് ലോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൊല്യൂബിലിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു പ്രഷർ. പ്രഷർ കൂടുന്തോറുമാണ് ഗ്യാസിന് ലിക്വിഡിൽ നല്ലപോലെ സൊല്യൂബിൾ ആവാൻ പറ്റുള്ളൂ, അല്ലെ? സൊല്യൂബിലിറ്റി എപ്പോഴാണ് കൂടുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രഷറിൽ അടച്ചു വെക്കുന്ന ഹൈ പ്രഷർ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഗ്യാസ് അതിനകത്ത് ഡിസോൾവ് ചെയ്യും. ഓക്കെ, നമ്മൾ പ്രഷർ കുറച്ച് എന്താ ഉണ്ടാവുക? ആ ഒരു ഇതിൻ്റെ അകത്തുള്ള ആ ഒരു സൊല്യൂഷൻ്റെ അകത്തുള്ള ഗ്യാസ് എല്ലാം തന്നെ പുറത്തു വരാൻ തുടങ്ങും. അതായത് സൊല്യൂബിലിറ്റി അവിടെ ഡിക്രീസ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല തരത്തിൽ നല്ലൊരു സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ എന്തുണ്ടായിരിക്കണം? ഗ്യാസ് ഉണ്ടായിരിക്കണം, അല്ലെ? നല്ലപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈ പ്രഷറിൽ നമ്മൾ അടച്ചു വെക്കുന്നു. അതാണ് ഒന്നാമത്തെ അപ്ലിക്കേഷൻ. ഹെൻറീസ് ലോന്റെ അടുത്ത അപ്ലിക്കേഷൻ ആണ് സ്ക്യൂബ ഡൈവേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ ആയിട്ടുള്ള ബെൻഡിന്റെ എക്സ്പ്ലനേഷൻ. അതായത് നമുക്കറിയാം, നമ്മൾ നോർമലി അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടും അറ്റ്മോസ്ഫിയർ അധികമുള്ള നൈട്രജനും അതുപോലെ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഓക്സിജൻ എല്ലാം തന്നെ നമ്മൾ ശ്വസിക്കുന്നുണ്ട്. അപ്പൊ ലങ്സിലേക്ക് ഇതെല്ലാം എത്തും. പക്ഷെ ലങ്സിൽ നമ്മൾ ശരീരത്തിന് ആവശ്യമുള്ള ഓക്സിജൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അബ്സോർബ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള നൈട്രജനും അതുപോലെ റെസ്പിറേഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം തന്നെ പുറത്തു വിടുന്നു. ഓക്കെ, പക്ഷേ സ്ക്യൂബ ഡൈവേഴ്സ് താഴേക്ക് പോകുന്തോറും നമുക്കറിയാം, ഒരു കടലിന്റെ അകത്ത് താഴേക്ക് പോകുന്നത് സംഭവിക്കുക എന്താ? പ്രഷർ ഇൻക്രീസ് ചെയ്യും, അല്ലെ? അങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കൊണ്ടുപോകുന്ന സിലിണ്ടറിന്റെ അകത്ത് നൈട്രജൻ ഉണ്ടെങ്കിൽ ഈ ഓക്സിജനോടൊപ്പം നൈട്രജൻ ലങ്സിലെത്തും. പക്ഷേ പ്രഷർ കൂടുന്ന കാരണം നൈട്രജനും കൂടി ബ്ലഡിൽ ഡിസോൾവ് ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പ്രഷർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കൂടുമെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഇൻക്രീസ് ചെയ്യും, അല്ലെ? അപ്പൊ കൂടുതൽ ഗ്യാസസ് എന്ത് ചെയ്യും? ബ്ലഡിൽ ഡിസോൾവ് ചെയ്യും. അപ്പോൾ ഓക്സിജനോടൊപ്പം നൈട്രജനും ഡിസോൾവ് ചെയ്യും. ഓക്കെ, അങ്ങനെ താഴ്ഭാഗത്ത് എത്തുന്നതോറും കൂടുതലായിട്ട് ഈ ഗ്യാസസ് ബ്ലഡിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ ഓക്സിജനും
നൈട്രജൻ ഒക്കെ ഡിസോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഓക്സിജൻ എന്ത് ചെയ്യും? ശരീരത്തിന്റെ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. അപ്പൊ നൈട്രജൻ അവിടെ ബാക്കി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ താഴ്ന്ന് തിരിച്ച് മേലേക്ക് വരുന്ന സമയത്ത്, സ്ക്യൂബ ഡൈവേഴ്സ് ആണ് മേലേക്ക് വരുന്ന സമയത്ത് പ്രഷർ ഡിക്രീസ് ചെയ്യും അല്ലെ? അപ്പൊ പ്രഷർ അങ്ങനെ പെട്ടെന്ന് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? ഈ ബ്ലഡിന്റെ അകത്ത് ഡിസോൾവ് ചെയ്തിട്ടുള്ള ഈ ഗ്യാസസ് എല്ലാം തന്നെ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ നൈട്രജൻ പുറത്തു വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ സോഡയൊക്കെ നമ്മൾ തുറക്കുന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പെട്ടെന്ന് തുറക്കുമ്പോൾ ആ പ്രഷർ ഡിക്രീസ് ചെയ്യും അല്ലേ? അപ്പൊ അതിനുള്ളിൽ നിന്ന് ഗ്യാസസ് ഇങ്ങനെ പുറത്തു വരുന്ന കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ എന്തുണ്ടായിരിക്കും, ഇവിടെ നിന്ന് ഈ സ്ക്യൂബ ഡൈവേഴ്സ് താഴ്ന്ന് മേലേക്ക് വരുമ്പോൾ അവർ ബ്ലഡ് ഡിസോൾവ് ചെയ്ത നൈട്രജൻ ഗ്യാസ് എല്ലാം തന്നെ പുറത്തു വരും. അങ്ങനെ വരുന്നത് ബബിളുകളായിട്ടാണ് ഈ ബ്ലഡ് വെസലിലൂടെ പോകുന്നത്. ഓക്കെ, ആ ബ്ലഡ് വെസലിലൂടെ ബബിളായി പോകുന്ന സമയത്ത് അത് കാപ്പിലറീസിനകത്ത് ബ്ലോക്ക് ഉണ്ടാക്കും. ഓക്കെ, അത് ആ ഒരു ബ്ലോക്ക്, അത്തരം മെഡിക്കൽ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ബെൻഡ്. അത് ഹൈലി പെയിൻഫുൾ ആണ്, ഒപ്പം തന്നെ ലൈഫിനെ ബാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു കണ്ടീഷനായി മാറും. അത് ബെൻഡ് പോയത് ശരീരത്തിനുള്ളിൽ നൈട്രജൻ ബബിൾസ് വന്നിട്ട് ഇതുപോലൊരു കണ്ടീഷനായി മാറും. ഓക്കെ, അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് സ്ക്യൂബ ഡൈവേഴ്സ് എപ്പോഴും കൊണ്ടുപോകുന്ന സിലിണ്ടറിന്റെ അകത്ത് എന്നുണ്ടായിരിക്കും, filled with the tanks used by scuba divers are filled with air diluted with helium. അതായത് 11.7% ഹീലിയവും 56.2% നൈട്രജനും ഒപ്പം തന്നെ 32.1% ആരുണ്ടായിരിക്കും? ഓക്സിജനും ഉണ്ടായിരിക്കും. ഹെൻറീസ് ലോന്റെ അടുത്ത ആപ്ലിക്കേഷനാണ് എനോക്സിയയുടെ എക്സ്പ്ലനേഷൻ. ഓക്കെ, എനോക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ ജീവിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ക്ലൈംബേഴ്സിനുണ്ടാകുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. നമുക്ക് തിങ്കിങ് എബിലിറ്റി കുറയുന്നു, അതുപോലെ നമ്മുടെ ആകെ വീക്കായി മാറും, നമ്മൾ ആകെ ക്ഷീണിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു അനോക്സിയ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? നമുക്കറിയാം, ഈ ക്ലൈംബേഴ്സ് അതുപോലെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ജീവിക്കുന്ന ആൾ, ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പ്രഷർ കുറവായിരിക്കും. പ്രഷർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ആ ബ്ലഡിന്റെ അകത്ത് ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജൻ അളവ് കുറയും അല്ലേ? കാരണം പ്രഷർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സൊലിബിലിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതാണ് ഹെൻറീസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സൊലിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ സൊലിബിലിറ്റിയും ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ പ്രഷർ കുറവായതുകൊണ്ട് തന്നെ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജൻ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് ഓക്സിജൻ കിട്ടിയാൽ മാത്രമേ നമ്മുടെ തലച്ചോറിന് കൃത്യമായിട്ട് കാര്യങ്ങൾ ആലോചിക്കാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ ആ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഓക്കെ കുറെ നാൾ കഴിയുമ്പോൾ എന്തായിരിക്കും? തിങ്കിങ് കപ്പബിലിറ്റി ഒക്കെ കുറയും. അപ്പൊ അത്തരത്തിലുണ്ടാവുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അനോക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇഫ് നൈട്രജൻ ഗ്യാസ് ഇസ് ബബിൾഡ് ത്രൂ വാട്ടർ അറ്റ് 293 Kelvin, how many millimoles of nitrogen gas would dissolve in 1 liter of water? Assume that nitrogen exerts a partial pressure of 0.987 bar. Given that Henry's law constant for nitrogen at 293 Kelvin is 76.48 kilobar. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? 1 ലിറ്റർ ഓഫ് വാട്ടറിനകത്തൂടെ 293 കെൽവിനിൽ നൈട്രജൻ ഗ്യാസ് ബബിൾ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര മില്ലി മോൾസ് ഓഫ് നൈട്രജൻ ആയിരിക്കും അവിടെ ഡിസോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അവർ തന്നുള്ള ഡാറ്റാസ് ഇതാണ്. നൈട്രജൻ ഗ്യാസ് എക്സെർട്ട് ചെയ്യുന്ന പാർഷ്യൽ പ്രഷർ 0.987 ബാർ ആണ്. അതുപോലെ തന്നെ 293 കെൽവിനിലുള്ള നൈട്രജന്റെ KH വാല്യൂ അല്ലെങ്കിൽ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് 76.48 കിലോ ബാർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? എത്ര മില്ലിമോൾസ് ഓഫ് നൈട്രജൻ ആണ് അവിടെ ഡിസോൾവ് ചെയ്തതെന്ന് കണ്ടെത്തണം. അപ്പോൾ ഹെൻറീസ് ലോ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? P is equal to KH into Chi. P എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ആണ്, KH ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്, Chi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് പാർഷ്യൽ പ്രഷറും അതുപോലെ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് മോൾ ഫ്രാക്ഷൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, മോൾ ഫ്രാക്ഷൻ ഇക്വേഷൻ എന്ത് വരും? P ഡിവൈഡ് ബൈ KH അല്ലേ? P പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ ആണ്, തന്നിട്ടുള്ള എത്രയാണ്? 0.987 ബാർ. ഓക്കെ, അതുപോലെ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. എത്രയാണുള്ളത്? 76.48 കിലോ ബാർ ആണ്. അപ്പൊ കിലോ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഇൻറ്റു 1000 ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 76,480 ബാർ അല്ലെ? 76,480 ബാർ എന്ന് വരും. രണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 1.29 ഇൻറ്റു 10⁻⁵. അതാണ് നൈട്രജന്റെ ഈ ഒരു 1 ലിറ്റർ സൊല്യൂഷൻ്റെ അകത്തുള്ള മോൾ ഫ്രാക്ഷൻ. ഓക്കെ, 1 ലിറ്റർ വാട്ടറിൽ അകത്തൂടെ നമ്മൾ നൈട്രജൻ കടത്തിയിട്ട സമയത്ത് അവിടെ ഉണ്ടായ മോൾ ഫ്രാക്ഷൻ ഇത്രയാണ്. ഈ മോൾ ഫ്രാക്ഷൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യണം? നൈട്രജന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടെത്താമല്ലോ. ഓക്കെ, എങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ? നൈട്രജന്റെ മോൾ ഫ്രാക്ഷൻ എന്ത് വരും? നൈട്രജന്റെ നമ്പർ ഓഫ് മോൾ ഓക്കെ ബൈ
നൈട്രജൻ നമ്പർ ഓഫ് മോൾ പ്ലസ് വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ്. നമ്മുടെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് 1 ലിറ്റർ ഓഫ് വാട്ടർ ആണ്. ഓക്കെ, നമുക്കറിയാം വാട്ടറിന്റെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. ഓക്കെ, 1000 മില്ലി ലിറ്റർ ഓഫ് വാട്ടറിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഗ്രാം ആയിരിക്കും. അതിന് കാരണം വാട്ടറിന്റെ ഡെൻസിറ്റി എന്താണ്? വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണ്? 1 ഗ്രാം പെർ മില്ലി ലിറ്റർ ആണ്, അല്ലെ? 1 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പൊ അത് പ്രകാരം നമുക്ക് പറയാം 1 ലിറ്റർ വാട്ടറിന്റെ വെയിറ്റ് അല്ലെങ്കിൽ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1000 ഗ്രാം ആണ്. അപ്പൊ നമുക്ക് വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടെത്തിക്കൂടെ? എങ്ങനെയാ വാട്ടർ നമ്പർ ഓഫ് മോൾസ് കാണാം? 1000 അതാണ് ഗിവൺ മാസ്, അല്ലെ, ബൈ വാട്ടറിന്റെ മോളർ മാസ്, അത് എത്രയാണ്? 18 ആണ്. അത് ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്? 55.55 എന്ന് വരും. ഓക്കെ, അപ്പൊ 55.5 നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് എടുക്കുന്നു. അപ്പോൾ ഈ 1 ലിറ്റർ വാട്ടറിൻ്റെ അകത്തുള്ള വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സൊല്യൂഷൻ്റെ അകത്തുള്ള വാട്ടർ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 55.5 ആണ്. നൈട്രജൻ നമ്പർ ഓഫ് മോൾസ് ആണ് കാണേണ്ടത്. അത് നമുക്ക് N എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ നൈട്രജൻ മോൾ ഫ്രാക്ഷൻ നമുക്കറിയാം, അത് എത്ര കിട്ടിയിട്ടുണ്ട്? 1.29 × 10⁻⁻5 ആണ്. അപ്പോൾ നൈട്രജൻ മോൾ ഫ്രാക്ഷന് പകരം ആ വാല്യൂ കൊടുത്തു, അല്ലെ? ഇനി ഡിനോമിനേറ്ററിലുള്ള N പ്ലസ് 55.55 നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നൈട്രജന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് മില്ലി മോൾസ് ആണ്, വളരെ ചെറിയ വാല്യൂ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു വാല്യൂ ഡിനോമിനേറ്റർ നമുക്ക് ഒഴിവാക്കാം. അതായത് N പ്ലസ് 55.5 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 55.5 ഈക്വൽ ആണ്. അതുകൊണ്ട് നമ്മൾ ഡിനോമിനേറ്ററിൽ നിന്നും ആ N എന്ന് ഒഴിവാക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് വരും? ബാക്കിയുള്ള N ഡിവൈഡ് ബൈ ആര് വരും? 55.5 വരും, അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് ഒഴിവാക്കാൻ കാരണം? ഈ 55.5നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ Nന്റെ വാല്യൂ വളരെ ചെറുതായതുകൊണ്ടാണ് നമ്മൾ ഇത് നെഗ്ലക്ട് ചെയ്യുന്നത്, കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? N കണ്ടെത്തണം. എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ആണ്. അപ്പൊ ഇത് ക്രോസ് ചെയ്ത് പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് ആര് കിട്ടും? Nന്റെ വാല്യൂ കിട്ടും. ഓക്കെ, 1.29 × 10⁻⁵ × 55.5, അല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാ? 7.16 × 10⁻⁻4 മോൾ എന്നാണ് കിട്ടുന്നത്. അത്രയും മോൾസ് ഓഫ് നൈട്രജൻ ആണ് അവിടെ പ്രസന്റ് ആയിട്ടുള്ള ഈ സൊല്യൂഷനിലുള്ളത്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് പക്ഷേ മില്ലി മോൾസ് ആണ്. അപ്പൊ തന്നിട്ടുള്ള മോളിൽ നമ്മൾ എന്ത് ചെയ്യണം? മില്ലി മോളാക്കി കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ മില്ലി മോൾ, നമുക്കറിയാം മില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ ആണല്ലോ, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബൈ 10⁻³ 10⁻³ കൊണ്ട് ഡിവൈഡ് ചെയ്യും. 10⁻³ കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് പകരം എന്ത് ചെയ്താലും മതി? 1/10⁻³ എന്ന് പറഞ്ഞാൽ 10⁻³ അല്ലേ? അതായത് 1000 കൊണ്ട് എന്ത് ചെയ്താലും മതി? മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു വാല്യൂവിനെ മില്ലി മോളാക്കി നമ്മൾ എന്ത് ചെയ്തു? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വന്നു? 0.716 മില്ലി മോൾ എന്ന് ഉത്തരം വന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ക്ലാസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും.